ഇതൊരു ഓട്ടോമാറ്റിക് ടൈമറാണ്. ഇതിൻ്റെ കണക്ഷൻ പറയുന്നതാണ്. ഈ 1 2 നേരെ ഇത് ഫേസ് ന്യൂട്രും നേരെ സപ്ലൈ കൊടുക്കുക. ഫേസ് ന്യൂട്രും 220. പിന്നെ 3 5 ആണ് സ്വിച്ചിങ് ഓണാവാൻ മാത്രം. പിന്നെ 5 4 വരുന്നത് ഇത് ഓഫായാലും ഇത് ഓഫ് ഷെയറിൽ വർക്ക് ചെയ്യുന്നത്. മറ്റേ ടൈമിങ്ങിൽ ഓണാക്കുന്നത് 3 5 5 4 ഓഫാക്കുന്നതിൽ റിലേ ഓഫായി കിടക്കുകയുള്ളൂ. റിലേ ഓണാക്കുന്നത് 3 5 വരുന്നത്. ഇതിൻ്റെ ഉള്ളൊരു ബാറ്ററി ഉണ്ട്, ഒരു ക്ലോക്ക് പോലെ വർക്ക് ചെയ്യുക. അതിങ്ങനെ നെക്കിയിട്ട് ഇത് റീസെറ്റ് ബട്ടണാണ്. 0 0 ആവും മൊത്തം. പിന്നെ ഈ ക്ലോക്ക് നെക്കി പിടിക്കുക, എന്നിട്ട് ഡേ സെലക്ട് ചെയ്യുക. ഏതാ ദിവസം വേണ്ടത് വെച്ച് സെറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം ഏതാ നോക്കുക, അത് സെറ്റ് ചെയ്യുക. ഈ ക്ലോക്ക് നെക്കി പിടിച്ചാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ എത്ര മിനിറ്റ് വേണ്ടത് ഇപ്പോഴത്തെ ടൈം സെറ്റ് ചെയ്യുക. അതുപോലെ മിനിറ്റും അതുപോലെ സെറ്റ് ചെയ്യുക. ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇത് നെക്കി പിടിച്ചാൽ മാത്രമേ ഇത് സെറ്റ് ആവുകയുള്ളൂ കേട്ടോ. പിന്നെ ടൈമർ വരുന്നത് 16 ഇത് സെറ്റ് ചെയ്യുക. 1 ഓഫ്, 2 ഓണ് ഓഫ്, അതുപോലെ 3 ഓഫ് ഓൺ, ഇതിങ്ങനെ എല്ലാം ഉണ്ടാവും. ഇങ്ങനെ 16 ടൈം വരെ സെറ്റ് ചെയ്യാം. നമുക്ക് ഓഫ് ചെയ്യാം, അതേപോലെ ഓൺ ചെയ്യുന്ന 16 വട്ടം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കളിക്കുക. ഈ ടൈമർ നിൽക്കുക, എന്നിട്ട് ഡേ സെലക്ട് ചെയ്യുക. ഏതാ ഡേ വേണ്ട വെച്ചാൽ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഒരു ദിവസം മാത്രമാണ് ഒരു ദിവസം കൊടുക്കുക, അതുപോലെ ഇങ്ങനെ ദിവസം മാറ്റി കൊടുക്കുക. പിന്നെ എല്ലാ ദിവസവും വേണമെങ്കിൽ അതേപോലെ ഉണ്ടാവും. എല്ലാ ദിവസത്തിലും ഇത് കത്തും, അപ്പോൾ ഡിസ്പ്ലേ കത്തിക്കുന്നുണ്ട്. പിന്നെ മണിക്കൂർ, ഇപ്പോഴത്തെ എത്ര മണിക്കൂർ ഓഫ് ആവേണ്ടത് അത് നിൽക്കുക. ഓണിൻ്റെ എത്ര മണിക്കൂർ ഓഫ് ആവേണ്ടത്, അതുപോലെ മിനിറ്റ് വേണമെങ്കിൽ മിനിറ്റ് സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഒന്നിലെത്ര ഓഫ് ആവേണ്ടത് അത് എത്ര എടുക്കുക, അതുപോലെ മിനിറ്റ് സെറ്റ് ചെയ്യുക. ഇനി അതുപോലെ 2 മിനിറ്റിൽ വേണമെങ്കിൽ എത്ര ഓണാക്കുക, വേണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ ഓൺ ചെയ്യുക, 1 മണിക്കൂർ ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ 1 മണിക്കൂർ ഓൺ ചെയ്തിട്ട് 1 മണിക്കൂർ ഓഫ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ളതിനാണ്. എത്ര മിനിറ്റ് ഓൺ ആവേണ്ടത്, എത്ര മിനിറ്റ് ഓഫ് ആവേണ്ടത് വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണിത്. അങ്ങനെ 16 വട്ടം സെറ്റ് ചെയ്യുക. ഇത് പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഇത് പിന്നെ നിൽക്കുക, ഓട്ടോമാറ്റിക് പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി സപ്ലൈ കൊടുക്കുന്നത് ഇത് നേരെ 220 ലൈനിൽ കൊടുക്കുക. അതിൽ ഒന്ന് ന്യൂട്രൽ ഡയറക്റ്റ് കൊടുക്കുക. അതുപോലെ ഇതിന്ന് വരുന്ന 5ാമത്തെ വയർ നേരെ ഇതിൻ്റെ ബൾബോ എന്താ സാധനം ആ സർക്യൂട്ടിൻ്റെ ഇതിലേക്ക് കൊടുക്കുക. അതുപോലെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഫേസ് ഉണ്ടാവില്ലേ, 220 വരുന്ന പ്ലഗിൽ നിന്ന് വരുന്ന ഫേസ് ലൈന് നേരെ ഈ 3ാമത്തേലും കൊടുക്കുക. അപ്പോൾ ഇത് വർക്ക് ചെയ്യും. ഇത് 24 മണിക്കൂറിലാണ് വരിക. ഇപ്പോൾ ഞാൻ 8 മണിയുള്ള ഇപ്പോൾ ടൈം രാത്രി ചെയ്ത്. അപ്പോൾ നേരെ നിൽക്കുക, ഇനി മിനിറ്റ് സെറ്റ് ചെയ്യുക. അപ്പം മിനിറ്റ് ഇപ്പോൾ 8:25 ആയിട്ടുണ്ട്. പിന്നെ ടൈം സെറ്റ് ചെയ്യുക. പവർ സെറ്റ് ചെയ്യുക. ഇപ്പോൾ 8 മണി ആയതുകൊണ്ട് 20 ആക്കുക. 20 ഇപ്പോൾ 20:26 സമയം. ഇപ്പം മിനിറ്റ് സെറ്റ് ചെയ്യാം. ഒരു
28 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി ഓഫ് ടൈം, അപ്പോൾ അത് ടൈമർ ഒന്നുകൂടി വെക്കുക, ഓഫായി. ഓഫ് ടൈം അതുപോലെ സെറ്റ് ചെയ്യുക. ഒരു 30 സെറ്റ് ചെയ്യുക. പിന്നെ നേരെ പവർ ഓൺ ആക്കുക. ഇപ്പോൾ ടൈം അപ്പോൾ ബസർ കത്തും. ഇത് പിന്നെ ഇത് ഓട്ടോമാറ്റിക്കിൻ്റെ എന്താ 28 ആയപ്പോൾ വർക്ക് ചെയ്ത്. ഇതൊരു വാഷിംഗ് മെഷീൻ്റെ സെമി ഓട്ടോമാറ്റിക് വരുന്ന ബസറാണ് കൊടുത്തതാണ്. ഇത് നേരെ സപ്ലൈ വരുന്ന ന്യൂട്രൽ അകത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ സ്വിച്ചിൽ കണക്ഷൻ കൊടുക്കുന്ന അതേ രീതി തന്നെ. സ്വിച്ച് ഒഴിവാക്കിയിട്ട് അതിന് വഴി ടൈമർ ആക്കുക. സ്വിച്ചിൻ്റെ 2 പിന്ന് വരുമില്ലേ, അതിൻ്റെ ഒന്ന് മുകളിൽ കൊടുത്തതായിട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെ 2 സൈഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ടൈം സെറ്റ് ചെയ്യാം. നമ്മൾ ഓണാക്കുന്ന ഓഫാക്കുന്ന പോലെ ടൈം ആക്കുക. ഓട്ടോമാറ്റിക് ആക്കുക. 10 മിനിറ്റ് ഓഫാക്കുക, ഓണാക്കുക എന്നുള്ളത്. 30 ഓഫായി. 30 ടൈം സെറ്റ് ചെയ്തത് 8:30 സെറ്റ് ചെയ്തത്. അവിടെ 20:30 ചെയ്യുന്നത്. 20:30 ഓഫായി. ഇത് പിന്നെ വേണമെങ്കിൽ ഓഫ് പൊസിഷൻ മാത്രം ഇടാം. പിന്നെ മാനുവലായിട്ട് ഓണാക്കുന്നതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും ഓണായി കിടന്നുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യില്ല. ഈ ഓട്ടോ മോഡിലിട്ടാൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക് ടൈമിംഗ് വർക്ക് ചെയ്യുള്ളൂ.